ഹൈറിച്ച് ഓൺലൈൻ കമ്പനി തട്ടിപ്പ് ഉടമയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇഡി റെയ്ഡ്. ഇഡി ഉദ്യോഗസ്ഥർ എത്തും മുൻപ് പ്രതികൾ മുങ്ങി. തൃശൂർ നഗരത്തിൽ ആക്രിക്കടയിൽ വൻ അഗ്നിബാധ. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. നവീകരിച്ച തൃശൂർ ടൗൺ ഹാൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങൾ ഇല്ലാതാകുന്നതായി പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ ആനയിടഞ്ഞു. പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് കൊമ്പനിടഞ്ഞത്. മലക്കപ്പാറയിൽ ബൈക്ക് അപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മലക്കപ്പാറ സ്റ്റേഷനിലെ വിൽസനാണ് മരിച്ചത്. വിയൂർപ്പാടുകാട് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടതെന്ന് സൂചന. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. രാത്രികാലങ്ങളിൽ വളവ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക്. ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് കമ്പനി ഉടമകളുടെ വീടുകളിലും ഓഫീസുകളിലും ഇഡി റെയ്ഡ് നടത്തുന്നു. ഇഡി ഉദ്യോഗസ്ഥർ എത്തും മുൻപ് പ്രതികൾ രക്ഷപ്പെട്ടു. ഹൈറിച്ച് ഉടമ പ്രതാപൻ, ഭാര്യയും സിഒയുമായ സീന, ഡ്രൈവർ സരൺ എന്നിവരാണ് രക്ഷപ്പെട്ടത്. 100 കോടി രൂപയോളം ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. 4 വാഹനങ്ങളിലായാണ് ഇഡി ഉദ്യോഗസ്ഥർ രാവിലെ 10:30 വലിയാലിക്കലിലെ വീട്ടിലെത്തിയത്. ഇഡി ഉദ്യോഗസ്ഥർ എത്തുന്നതിന് തൊട്ടു മുൻപാണ് മൂവരും വാഹനത്തിൽ രക്ഷപ്പെട്ടത്. ഇവരെ കണ്ടെത്താൻ ഇഡി പോലീസ് സഹായം തേടി. തൃശൂർ നഗരത്തിലെ ദിവാൻജി മൂലയിൽ വൻ തീപിടുത്തം. ആക്രിസാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും, ഒരു ഓട്ടോറിക്ഷ ഭാഗികമായും കത്തിനശിച്ചു. തൃശൂരിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പട്ടാമ്പി സ്വദേശി ഇസ്മായിലിന്റെ ഉടമസ്ഥതയിൽ ആക്രിസാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് തീപിടിച്ചത്. ടയറുകൾ അടക്കമുള്ള പഴയ സാധനങ്ങൾക്ക് തീപിടിച്ചതോടെ പ്രദേശത്താകെ പുക വ്യാപിച്ചതും പ്രദേശവാസികൾക്ക് അസ്വസ്ഥതയ്ക്ക് ഇടയാക്കി. അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ഹരികുമാർ, സീനിയർ ഫയർഫോഴ്സ് ഓഫീസർ അജിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് തീയണയ്ക്കാൻ നേതൃത്വം നൽകിയത്. പൊതുസ്ഥലങ്ങൾ ഇല്ലാതാകുന്നതാണ് ഇന്ന് നാം നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും നാടിന്റെ ഐക്യവും മതസാഹോദര്യവും മുറുകെ പിടിക്കാൻ ഇത്തരം പൊതു ഇടങ്ങൾ ആവശ്യമാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. 3 കോടി രൂപ ചെലവഴിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ അത്യാധുനിക രീതിയിൽ നവീകരിച്ച തൃശൂർ ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒട്ടേറെ ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ് തൃശൂർ ടൗൺ ഹാൾ. ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ടൗൺ ഹാളിന്റെ പ്രൗഢിയും പൈതൃകവും നിലനിർത്തിക്കൊണ്ട് നവീകരണം നടത്തിയത്. പൊതുയിടങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നാം ആലോചിക്കണം. അതിനായി ഡിസൈൻ പോളിസി നടപ്പാക്കും. ജില്ലയിലെ പൊതുയിടങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്താനാകുമെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് ആലോചിക്കണമെന്നും ജില്ലയിലെ പാലങ്ങളെ ദീപാലങ്കൃതമാക്കി ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ നിർദ്ദേശം നൽകിയാൽ ടൂറിസം വകുപ്പ് കൂടെയുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഓൺലൈനിൽ പങ്കെടുത്ത മുഖ്യപ്രഭാഷണം നടത്തി. മേയർ MK വർഗീസ്, TN പ്രതാപൻ MP, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ഡിവിഷൻ കൌൺസിലർ റെജി ജോയ്, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സുചിദാനന്ദൻ, സെക്രട്ടറി CP അബൂബക്കർ, പൊതുമരാമത്ത് സൂപ്രണ്ട് എഞ്ചിനീയർ VK ശ്രീമാല തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും ബഹുമാനായ സൂപ്രണ്ടന്റ് എഞ്ചിനീയർ ശ്രീമാല, ഏറ്റവും ബഹുമാനായ all of you from the bottom of next I would like to ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ ആനയിടഞ്ഞു. പെലക്കാട്ട് പയ്യൂർ മഹർഷിക്കാവ് ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. പുലർച്ചെ ക്ഷേത്രത്തിലെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം മടങ്ങുകയായിരുന്ന കൊമ്പനാണ് ഇടഞ്ഞത്. അക്രമാസക്തനായ കൊമ്പൻ സമീപത്തെ പെട്ടിക്കട തകർത്തു. തുടർന്ന് അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ചു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ആനയെ തളയ്ക്കാനായത്. മലക്കപ്പാറ റോഡിൽ ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപം ലോറി ബൈക്കിലിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മലക്കപ്പാറ സ്റ്റേഷനിലെ CPO കൊല്ലം കുണ്ടറ സ്വദേശി 40 വയസ്സുള്ള വിൽസണാണ് മരിച്ചത്. രാവിലെ 7:30 അപകടം. ഒരാഴ്ചയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് കുണ്ടറയിലെ വീട്ടിലേക്ക് ബൈക്കിൽ പോയതാണ് വിൽസൺ. എതിരെ വന്ന ലോറി ബൈക്കിലിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ വിൽസനെ ചാലക്കുടിയിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിയൂർ പാടോക്കാട് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. സന്ധ്യാഗ്രാമം വാണിയം വീട്ടിൽ 28 വയസ്സുള്ള ഗോകുലാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടതെന്ന് സൂചന.
ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വട്ടമ്പാടം വടുതല സ്വദേശി കാട്ടിലപ്പറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. ഈ മാസം 13-ന് ചെറുവത്താനി പോസ്റ്റിന് സമീപമാണ് അപകടം നടന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകും. സംസ്ഥാന പാത കൂടിയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ മങ്ങാട് വളവിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. റോഡ് BMBC നിലവാരത്തിൽ പുനർനിർമ്മിച്ചതിനു ശേഷം വാഹനങ്ങൾ വലിയ വേഗതയിലാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വളവ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം കാനയിൽ വീണ യുവാവിന് പരിക്കേറ്റിരുന്നു. സ്കൂട്ടർ യാത്രികനായ കൂറ്റനാട് തെക്കത്ത് വളപ്പിൽ ഷാക്കിറിനാണ് പരിക്ക് പറ്റിയത്. മുന്നറിയിപ്പ് ബോർഡുകളും അടയാളങ്ങളും സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്നും ഇതിനെക്കുറിച്ച് കരാറുകാരൻ, എഞ്ചിനീയർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡിന്റെ അവസ്ഥ നല്ല റോഡായിട്ടുണ്ട്. പഞ്ചായത്തിലെ യാതൊരു സിഗ്നലുകളും ആ കമ്പനി വെച്ചിട്ടില്ല. ഗവൺമെന്റ് വെച്ചിട്ടുള്ള ബോർഡിൽ എഞ്ചിനീയറെ വിളിച്ചു, അവർ ഫോൺ എടുക്കില്ല. ആ എഞ്ചിനീയറോട് നേരിട്ടിട്ട് ഞാൻ ഈ കോട്ടപ്പുറം പാലത്തിൻ്റെ അവിടെ പറഞ്ഞു, ഒരു സിഗ്നൽ പോലുമില്ല. നിരന്തരം ആക്സിഡൻ്റ് എണ്ണുന്ന ഒരു സ്ഥലമാണ് ഈ മങ്ങാട് സെൻറ്ററിന് തിരിയുമ്പോൾ നമ്മുടെ ലോനപ്പുട്ടേട്ടൻ്റെ വീടിൻ്റെ അവിടെ അനവധി വണ്ടികൾ വന്നിടിച്ചിട്ട് അവരെ മതിൽ ചെയ്ത് നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ജനങ്ങളുടെ ജീവൻ തന്നെ ഭയങ്കര അപകടമായിട്ടാണ് ഈ റോഡിൻ്റെ അവസ്ഥ. നിരന്തരം അപകടം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ വലിയ ബോർഡുകളില്ല, വളവാണ്. റോഡ് നന്നായപ്പോൾ സ്പീഡ് കൂടുതലായിപ്പോയി. ഇതിന് മുമ്പ് ഈ നീങ്ങറ എന്നും തട്ടിക്കൊണ്ടുപോകലായിരുന്നു. ഇപ്പോൾ മൂപ്പരത് വളച്ച് മുകളിലേക്കാക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൊണ്ട്. ഞാൻ തന്നെ ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോൾ നേരിട്ട് കണ്ടതാണ്. അവിടെ നല്ല സ്പീഡിൽ വന്നൊരു വണ്ടി പൂത്തും മറിഞ്ഞ് വീഴുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരു കൈവരി പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഇതുപോലെ ആക്കുകയാണെങ്കിൽ കുറേ ഒരു ഇത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് പുത്തൂർ ലോനപ്പൻ റോസിയാണ്. ഇവരുടെ വീട്ടുമതിലും കിണറിന്റെ കൈവരിയും വാഹനങ്ങൾ ഇടിച്ചു തകരുന്നതും പതിവായിരിക്കുകയാണ്. എല്ലാ മാസത്തിലും എന്ന് പറഞ്ഞ മാതിരി ഈ മതിലുമ വന്ന് ഇടിച്ച ആൾക്കാർക്ക് വലിയ രോഗങ്ങളും അപകടങ്ങളും പറ്റുന്നുണ്ട്. ഇവിടെ യാതൊന്നും ഈ റോട്ടിൽ അതിന് എന്തെങ്കിലും ഒരു ഇതായിട്ട് അവിടെ ഒരു ബോർഡോ അവിടെ ഒരു വളവുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തെങ്കിലും കുറ്റികളോ ഒന്നും വെച്ചിട്ടില്ല. എത്ര പറഞ്ഞാലും ആ അപകടം കഴിഞ്ഞാൽ അന്നത്തെ കഴിഞ്ഞു, പിന്നെ ഇല്ല. ഈ വളവിൽ പ്രവർത്തിക്കുന്ന മീൻ കച്ചവട സ്ഥാപനത്തിനും അപകട ഭീഷണിയുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് മീൻകടയുടെ മുൻവശം വാഹനമിടിച്ച് തകർന്നിരുന്നു. അപകടങ്ങൾ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ഗൃഹനാഥൻ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. ഡിവൈഎഫ്ഐ മുൻ മേഖലാ കമ്മിറ്റി അംഗവും CPM മാടായിക്കോണം സെന്റർ ബ്രാഞ്ച് അംഗവുമായിരുന്ന മടത്തിപ്പറമ്പിൽ കണ്ണനാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 51 വയസ്സായിരുന്നു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ അനുബന്ധ ജോലികൾ പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനിക്കെതിരെ MLA പ്രതിഷേധിച്ചു. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിലാണ് MLA പ്രതിഷേധം അറിയിച്ചത്. കഴിഞ്ഞ അവലോകന യോഗത്തിൽ മേൽപ്പാലത്തിന് താഴെ കാന നിർമ്മാണവും സൗന്ദര്യവൽക്കരണവും ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും സൗന്ദര്യവൽക്കരണം തുടങ്ങാനും കാന നിർമ്മാണം പൂർത്തീകരിക്കാനുമായിട്ടില്ല. കാലതാമസം വരുത്തിയതിന് കരാർ കമ്പനിയിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും കർശന നടപടികൾ സ്വീകരിക്കുമെന്നും എഞ്ചിനീയർ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് ഫെബ്രുവരി 20-നകം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കരാർ കമ്പനി പ്രതിനിധികൾ ഉറപ്പു നൽകിയിരുന്നു. മേൽപ്പാലത്തിന്റെ അടിഭാഗത്ത് ഓപ്പൺ ജിം, പാർക്കിംഗ്, സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയുടെ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിൽ നഗരസഭ എഞ്ചിനീയർ വീഴ്ച വരുത്തിയതിൽ MLA ക്ഷുഭിതനായി. തിരുവെങ്കടം അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന് ഗുരുവായൂർ ദേവസ്വം സ്ഥലം നൽകിയതിനെതിരെയുള്ള പരാതിയിൽ സ്റ്റേ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് MLA ഗുരുവായൂർ ദേവസ്വത്തിനോട് ആവശ്യപ്പെട്ടു. നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ, നഗരസഭാ എഞ്ചിനീയർ E. ലീല, RBDCK എഞ്ചിനീയർ ആഷിദ് തുടങ്ങിയ വിവിധ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം കൂരിക്കുഴിയിൽ പറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി അടിച്ചു തകർത്തു. CPM പുന്നക്കച്ചാൽ ബ്രാഞ്ച് സെക്രട്ടറി കൂരിക്കുഴി സ്വദേശി YP പാടത്ത് അൻസാറിന്റെ ഓട്ടോ ടാക്സിയാണ് തകർത്തത്. ഇന്ന് രാവിലെ ഓട്ടോ എടുക്കാനായി എത്തിയപ്പോഴാണ് വാഹനം തകർത്ത നിലയിൽ കണ്ടത്. ഓട്ടോയിലുണ്ടായിരുന്ന സ്റ്റീരിയോ, ടൂൾസ് എന്നിവ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി PRC UP വിഭാഗം കുട്ടികൾക്കായി നടത്തുന്ന സയൻസ് ഫെസ്റ്റ് സ്കൂൾ തല ഉദ്ഘാടനം മുണ്ടത്തിക്കോട് NSS VHSS നടന്നു. സ്കൂൾ വികസന സമിതി അംഗം
സ്കൂൾ വികസന സമിതി അംഗം രാജു മാരാത്ത ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ശ്രേയസ്, ഹെഡ് മിസ്ട്രസ് ഗിരിജ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ബീച്ചിൽ അജ്ഞാത മൃതദേഹം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് സമീപം കടൽ തീരത്താണ് ജഡം കാണപ്പെട്ടത്. കറുപ്പ് നിറത്തിലുള്ള പാൻസും ചെക്ക് ഷർട്ടുമാണ് ധരിച്ചിട്ടുള്ളത്. ഏകദേശം 35 വയസ്സ് തോന്നിക്കും. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ പുന്നൂർ പഞ്ചായത്ത് LGML പ്രതിഷേധ കൂട്ടായ്മ നടത്തി. പുന്നൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് RP ബഷീർ ഉദ്ഘാടനം ചെയ്തു. ന്യായവില ഹോട്ടൽ എന്ന പേരിൽ തുറന്ന ജനകീയ ഹോട്ടലുകളിൽ ഉച്ചയൂണ് വില വർധനവ് അന്യായമാണെന്നും പഞ്ചായത്തുകളെ തകർക്കുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MV ഷക്കീർ, പഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞുമുഹമ്മദ്, ജനറൽ സെക്രട്ടറി TK ഉസ്മാൻ, മന്ദലാംകുന്നം മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീരാമവിലാസം ചവള സൊസൈറ്റി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി കൊരട്ടി പാലപ്പിളിയിൽ ഒരുക്കിയ സ്നേഹമധുരം പരിപാടി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗങ്ങളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അശോകൻ ആദരിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KV ജയരാജ് അധ്യക്ഷത വഹിച്ചു. NK അശോകൻ, പ്രഭാകരൻ മച്ചാമ്പള്ളി, MK രാജീവ്, ബൈജു K മാധവൻ എന്നിവർ സംസാരിച്ചു. സംഘടനയോട് സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഭാരതപ്പുഴ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിൽ അപകടം ക്ഷണിച്ചു വരുത്തി ഭീമൻ ഗർത്തം രൂപപ്പെട്ടു. കൊച്ചിൻ പാലത്തിൽ 4ാമത്തെ സ്ലാബിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ആഴമേറിയ ഗർത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. മാസങ്ങൾക്ക് മുൻപ് സമാന രീതിയിൽ ഗർത്തം രൂപപ്പെട്ടപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നാൽ വീണ്ടും ചാറിളകി വലിയ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. കൊരട്ടിയിൽ അച്ഛൻ വെട്ടി പരിക്കേൽപ്പിച്ച കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. 11 വയസ്സുള്ള അഭിനവാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അഭിനവിന്റെ സഹോദരി അനുഗ്രഹയ്ക്കും വെട്ടേറ്റിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് കൊരട്ടി ഖന്ന നഗറിൽ കൊഴുപ്പുള്ളി വീട്ടിൽ ബിനു ആക്രമണം നടത്തിയത്. ഭാര്യ ഷീജയെ കൊലപ്പെടുത്തിയ ബിനു മക്കളെയും ആക്രമിച്ച ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ ആൽമരം കടപുഴകി വീണു. ജീർണാവസ്ഥയിലായിരുന്ന മരമാണ് വീണത്. മരച്ചില്ല തട്ടി ക്വാർട്ടേഴ്സിന്റെ ടെറസിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരം മുറിച്ചു നീക്കാനായി റെയിൽവേക്ക് നാട്ടുകാർ നിരവധി പരാതി നൽകിയിരുന്നു. മാള കോട്ടമുറിയിൽ വീട്ടിൽ മോഷണം. വടക്കൻ വീട്ടിൽ ഇട്ടീരിയുടെ വീട്ടിൽ നിന്ന് 4.5 പവന്റെ ആഭരണങ്ങളും 8,000 രൂപയും കവർന്നു. മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവുമാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ അടുക്കള ഭാഗത്തെ തുറന്നുകിടന്ന ജനലിലൂടെ വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. അലമാരയിൽ തന്നെയുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ചാണ് പൂട്ട് തുറന്നത്. വീടിന്റെ പെയിന്റിംഗ് നടക്കുന്നതിനാൽ ജനലുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. പോലീസ് നായും വിരലടയാള പരിശോധകരും ഇരിങ്ങാലക്കുട DVSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോട്ടമുറി പ്രദേശത്ത് മോഷണങ്ങൾ ആവർത്തിക്കുമ്പോൾ മുൻപ് നടന്ന 4 മോഷണ കേസുകളിൽ പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 2 വർഷം മുൻപ് ഒരു വീട്ടിൽ നിന്ന് 28 ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ് മോഷണം പോയത്. മറ്റൊരു വീട്ടിൽ നിന്ന് വില കൂടിയ ക്യാമറയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച പോയ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ഓഫീസിലെ ലോക്കർ കുത്തിത്തുറന്ന 27,006 രൂപ മോഷ്ടിച്ചിരുന്നു. ബുധനാഴ്ച മാള ടൗണിനോട് ചേർന്നുള്ള റോഡിലൂടെ നടന്നുപോയ സ്ത്രീയുടെ 2.5 പവന്റെ മാല സ്കൂട്ടറിലെത്തിയയാൾ പൊട്ടിച്ചെടുത്തിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണങ്ങളിൽ ഭീതിയിലാണ് നാട്ടുകാർ. SSLC മോഡൽ പരീക്ഷാ പേപ്പർ പ്രിന്റ് ചെയ്യുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്നും പൈസ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. 10 രൂപ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയത്. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ വിവാദ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. ഈ മാസം 23 മുതൽ 26 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം നടക്കുന്ന K-Walk പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു കൂട്ടനടത്തം. പ്രിൻസിപ്പൽ GP ശ്രേയസ്, ഹെഡ്മിസ്ട്രസ് K ഗിരിജ, കായിക അധ്യാപിക അഞ്ജു, അധ്യാപകരായ ശ്രീധർ, സൗമ്യ, ബീന തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത് അനിവാര്യതയാണെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് പള്ളൂർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണലൂർ നിയോജക മണ്ഡലം ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ലീഡേഴ്സ് മീറ്റിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ദീപൻ അധ്യക്ഷത വഹിച്ചു. ടി എൻ പ്രതാപൻ എം പി, മുൻ എംഎൽഎമാരായ പി എ മാധവൻ, അനിൽ അക്കര, കോൺഗ്രസ് നേതാക്കളായ ഷാജി കോടൻകണ്ടത്ത്, സി സി ശ്രീകുമാർ, സി ജെ സ്റ്റാൻലി, പി കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സ്വദേശിയുടെ 4 മാസം പ്രായമായ കുഞ്ഞിനെ കോയമ്പത്തൂരിൽ ബസ്സിൽ ഉപേക്ഷിച്ച് അമ്മ കടന്നു. തിരുച്ചിറപ്പള്ളി സ്വദേശിയായ യുവതിയാണ് ബസ്സിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. ബസ്സിൽ കയറിയ ശേഷം കുഞ്ഞിനെ മറ്റൊരാളെ ഏൽപ്പിച്ച് മറ്റൊരു സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് പോലീസുകാർ ആശുപത്രിയിലേക്ക് മാറ്റിയ കുഞ്ഞിനെ തേടി മലയാളിയായ അച്ഛനെത്തി. തൃശൂർ സ്വദേശിയായ അച്ഛൻ കോയമ്പത്തൂരിൽ എത്തിയിട്ടുണ്ടെങ്കിലും കുഞ്ഞിനെ കൈമാറണമെങ്കിൽ അമ്മ കൂടി വേണമെന്ന് തമിഴ്നാട് ശിശു സംരക്ഷണ സമിതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് കുഞ്ഞിനെ യുവതി ഉപേക്ഷിച്ചത് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം. കേരള എയ്ഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചു. തൃശൂർ NTS ഭവനിൽ ചേർന്ന ദിനാഘോഷം സംസ്ഥാന പ്രസിഡന്റ് NV മധു ഉദ്ഘാടനം ചെയ്തു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തൃശൂർ റവന്യൂ ജില്ലാ പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു. ട്രഷറർ CC ഷാജു, IT സെൽ കൺവീനർ ഇമ്മാനുവൽ വിൻസെന്റ്, റവന്യൂ ജില്ലാ സെക്രട്ടറി KR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. മായനൂർ ഒറ്റപ്പാലം പാലത്തിന്റെ 13ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്നേഹസംഗമം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ, പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മായനൂർ ഒറ്റപ്പാലം പാലം 2011 ജനുവരി 22-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് നാടിന് സമർപ്പിച്ചത്. സംഗമത്തിന്റെ ഭാഗമായി കേളികൊട്ട്, നാടൻപാട്ട്, D4 ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു. മുൻ MLA M ഹംസ, കവി PT നരേന്ദ്രമേനോൻ, ഗായിക സുകുമാരി നരേന്ദ്രമേനോൻ, S ശിവരാമൻ, K ഷീന, O പ്രേമലത തുടങ്ങിയവർ പങ്കെടുത്തു. ഒല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പാലിയേറ്റീവ് ദിനാചരണം കോർപ്പറേഷൻ കൌൺസിലർ CP പോളി ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ സുനിൽ രാജ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PA പ്രിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ AJ ആന്റോ, പാലിയേറ്റീവ് ഇൻചാർജ് ഡോക്ടർ P കൈലാസ്, ജിൻഷ ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റൻഡർ സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള മിനിമാസ് ലൈറ്റിന്റെ സ്വിച്ച് ബോർഡുകൾ തകർന്നു. വൈദ്യുതി ജീവനക്കാരുടെ അനാസ്ഥ പ്രദേശത്ത് അപകടാവസ്ഥ ക്ഷണിച്ചു വരുത്തുന്നുവെന്ന് പരാതി. മിനിമാസ് ലൈറ്റിന്റെ മീറ്റർ ബോക്സ് അടക്കമുള്ള സ്വിച്ച് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള ബോക്സാണ് തകർന്ന് നിലത്തോട് ചേർന്ന് കിടക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ നടന്നുപോകുന്ന സ്ഥലമാണ്. അപകടാവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജില്ലയിലെ കലാലയങ്ങളിലൂടെയുള്ള വോട്ട് വണ്ടിയുടെ യാത്ര തുടങ്ങി. ദേശീയ സമ്മതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികളിൽ വോട്ടവകാശത്തിന്റെ പ്രാധാന്യം പകർന്നു നൽകിയും വിവിപാറ്റ് വോട്ടിംഗ് യന്ത്രവും ഇവയുടെ ഉപയോഗ രീതിയും പരിചയപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ട് വണ്ടിയുടെ യാത്ര. ജില്ലയിലെ കലാലയങ്ങളിലൂടെയുള്ള പര്യടനത്തിന് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്നാണ് തുടക്കമായത്. ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി പര്യടനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ VA നാരായണൻ അധ്യക്ഷത വഹിച്ചു. ചീഫ് നോഡൽ ഓഫീസർ രോഹിത് നന്ദകുമാർ, കോർഡിനേറ്റർ ശ്രീനിവാസ്, സെക്ഷൻ ഇലക്ഷൻ ഓഫീസർ ഭരത് ദർശൻ, കോളേജ് NSS കോർഡിനേറ്റർ ശ്യാം, ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് കോർഡിനേറ്റർ അരുൺ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിനായി വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകർക്കും അനധ്യാപകർക്കും പൊതുജനങ്ങൾക്കും വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടാനുള്ള അവസരവും ഒരുക്കിയാണ് വോട്ട് വണ്ടിയുടെ യാത്ര. കോളേജുകളിലെ ലിറ്ററസി ക്ലബിന്റെയും NSS യൂണിറ്റുകളുടെയും സംയുക്ത സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പാഞ്ഞാളിൽ പാലിയേറ്റീവ് ഗുണഭോക്താക്കളുടെ സ്നേഹസംഗമവും കലാപരിപാടികളും നടന്നു. പൈങ്കുളത്ത് നടന്ന സംഗമം പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൾ പഞ്ചായത്തിന്റെയും പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സ്നേഹസംഗമവും കലാപരിപാടികളും നടത്തിയത്. പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K ദിവ്യ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ T രമണി, നിർമ്മല രവികുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ KK രാജശ്രീ, P ഉഷ, ശ്രീജ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ തുടങ്ങിയവർ പങ്കെടുത്തു.
വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും പാവറട്ടി ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 9ാമത് ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ഗോകുലം ഗോപാലൻ ലോഗോ പ്രകാശനം ഉദ്ഘാടനം ചെയ്തു. ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 7 മുതൽ 11 വരെയാണ് ചലച്ചിത്രമേള നടക്കുന്നത്. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ പ്രസിഡന്റ് KC അഭിലാഷ്, റെജി വിളക്കാട്ടുപാടം എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ശ്രീ ഹനുമാൻ കാവ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് കൊടിയേറി. ക്ഷേത്രം ശാന്തി ശ്യാം ചേർത്തല കൊടിയേറ്റ് കർമ്മത്തിന് കാർമ്മികത്വം വഹിച്ചു. ഹരേ രാമ മന്ത്രത്തിന്റെ അകമ്പടിയോടെയാണ് ആലിൻ മുകളിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കൊടിയേറ്റിയത്. ജനുവരി 30-നാണ് ഉത്സവം. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായി TM വിജയൻ, PC ശിവദാസ്, PA സുരേഷ്, TS അജീവൻ, KK അശോകൻ തുടങ്ങിയവർ ഉത്സവ കൊടിയേറ്റത്തിന് നേതൃത്വം വഹിച്ചു. പെരിഞ്ഞനം SSDP സമാജം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുരേഷ് കുഞ്ഞാപ്പു, മേൽശാന്തി KR സന്തോഷ് എന്നിവർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. 26-നാണ് തൈപ്പൂയം. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്തും സാമൂഹികാരോഗ്യ കേന്ദ്രം വടക്കേക്കാടും സംയുക്തമായി പാലിയേറ്റീവ് പരിചരണ ദിനം സംഘടിപ്പിച്ചു. വടക്കേക്കാട് നടന്ന പരിപാടി മുതിർന്ന പരിരക്ഷാ ഗുണഭോക്താവ് ശശിധരൻ താമരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് ഫാമിലി മീറ്റ് വ്യാപാര ഭവൻ ഹാളിൽ ചേർന്നു. ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ജാനകി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ട്രഷറർ മോൺസി എബ്രഹാം, സൂപ്രണ്ട് ഡോക്ടർ മോഹൻ തോമസ്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യൂസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ജിന്നി കുരുവിള തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു 10 റൂമും ഒരു ലേബർ റൂമും തിയേറ്ററും മാത്രമേ ും മറ്റു ജീവനക്കാർക്കും സൗകര്യമുണ്ടാകത്തക്ക രീതിയിൽ നമ്മുടെ പ്രവർത്തകനായി കഴിഞ്ഞ 4 കൊല്ലം എൻ്റെ ഒപ്പം സഹകരണ കുടുംബാംഗങ്ങളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗവും തൃശൂർ CL ആന്റണി ഫൗണ്ടേഷനും ചേർന്ന് വിമല കോളേജിൽ പ്രൊഫസർ CL ആന്റണി ചെയർ ആരംഭിച്ചു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഷൊർണു കാർത്തികേയൻ ചെയർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രൊഫസർ VA വർഗീസ്, പ്രൊഫസർ നടുവട്ടം ഗോപാലകൃഷ്ണൻ, ഡോക്ടർ നിഷ ഫ്രാൻസിസ്, സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന TL, ഫൗണ്ടേഷൻ ട്രഷറർ ജോൺ തേറാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ബേബി മൂക്കൻ, വിമല കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യജ്വാല തെളിയിച്ചു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു ഐക്യജ്വാല തെളിയിച്ചത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ജെറോം ബാബു, കോൺഗ്രസ് നേതാക്കളായ AK ജോയ്, KD ജോസ്, ഉമ്മർ സലീം, ഉണ്ണി പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ നാലാങ്കല്ല് നിവാസിയായ ഇരുവൃക്കകളും തകരാറിലായ യുവതി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. അരിമ്പൂർ നാലാങ്കല്ല് കോവിൽ റോഡിൽ കാട്ടിപ്പറമ്പിൽ ജയചന്ദ്രന്റെ ഭാര്യ 31 വയസ്സുള്ള ഹിമയാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി സഹായം തേടുന്നത്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് 3 വർഷമായി ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്താണ് ഹിമയുടെ ജീവൻ നിലനിർത്തുന്നത്. 4 സെന്റ് സ്ഥലത്താണ് ഹിമയും കുടുംബവും കഴിയുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനായ ജയചന്ദ്രന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് വയോധികരായ രക്ഷിതാക്കളെ പോറ്റുവാനും ഹിമയ്ക്ക് വേണ്ട ചികിത്സ നടത്താനും കഴിയാത്ത അവസ്ഥയാണ്. അമ്മ ശാന്തയാണ് ഹിമയ്ക്ക് വൃക്ക നൽകാൻ തയ്യാറായിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 20 ലക്ഷത്തിലേറെ രൂപ ഈ നിർധന കുടുംബത്തിന് അത്യാവശ്യമായിരിക്കുകയാണ്. ഈ തുക കണ്ടെത്താനായി TN പ്രതാപൻ MP, മുരളി പെരുന്നെല്ലി MLA, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ തുടങ്ങിയവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എറവ് ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇരു വൃക്കകളും ഡാമേജായി അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. 4 സെന്റ് ഭൂമിയും ഒരു പുരയിടവും മാത്രമുള്ള ഈ നിർധന കുടുംബം
ഹിമയുടെ ഭർത്താവ് ജയചന്ദ്രൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള തുച്ഛ വരുമാനം കൊണ്ടാണ് ജീവിതം തള്ളി നീക്കുന്നത്. ഏകദേശം 10 വർഷങ്ങളായി ഈ രോഗം ബാധിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇനി കിഡ്നി മാറ്റിവെക്കാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഡോക്ടർമാർ ഉപദേശിച്ചിട്ടുള്ളത്. ഈ യുവതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി 04 37 07 30 00 05 01 69 എന്ന അക്കൗണ്ട് നമ്പറിലേക്കോ 7012 70 3827 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശ്ശൂർ. വെങ്കടങ്ങ മുല്ലശ്ശേരി പ്രീമിയർ ലീഗ് മത്സരങ്ങൾ സമാപിച്ചു. ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പ്രീമിയർ ലീഗിൽ SNA ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമാവ് ജേതാക്കളായി. FOY കണ്ണോത്താണ് റണ്ണേഴ്സ് അപ്പ്. കേരള രഞ്ജി ക്രിക്കറ്റ് പ്ലെയർ അത്തീഫ് ബിൻ അഷ്റഫ് സമ്മാനദാനം നിർവഹിച്ചു. വാർഡംഗം RV മൊയ്നുദ്ദീൻ അധ്യക്ഷനായിരുന്നു. 3 ദിവസങ്ങളായി നടന്ന പ്രീമിയർ ലീഗിൽ ജില്ലയിൽ തിരഞ്ഞെടുത്ത 10 ടീമുകൾ പങ്കെടുത്തു. സുകേഷ് ഏനാമാവ്, സുധീർ കെട്ടിങ്ങൽ, സഫീർ KP, ഷമീർ കെട്ടിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. UDF അംഗങ്ങളുടെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് കാട്ടൂർ പഞ്ചായത്ത് വികസന സമിതി സെമിനാറിൽ നിന്ന് പ്രതിപക്ഷമായ UDF അംഗങ്ങളും പ്രവർത്തകരും ഇറങ്ങിപ്പോക്ക് നടത്തി വികസന രേഖ കത്തിച്ചു. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ ഏകപക്ഷീയമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് UDF ആരോപിച്ചു. വികസന സമിതിയിലെ തർക്കത്തിന് ശേഷം യോഗം ബഹിഷ്കരിച്ച UDF പ്രവർത്തകർ യോഗ ഹാളിന് മുന്നിൽ മുദ്രാവാക്യവുമായി പ്രതിഷേധിച്ചു. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് AS ഹൈദ്രോസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷിറീൻ തെർമണം, പഞ്ചായത്ത് അംഗങ്ങളായ അംബുജ രാജൻ, മോളി പിയൂസ്, സ്വപ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നാൽ UDF അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്ക് പ്രഹസനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത ആരോപിച്ചു. പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഭരണസമിതി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകൾക്കും തുല്യ പരിഗണന നൽകുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നിലവിലെ MLA ആയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു കാട്ടൂർ പഞ്ചായത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിച്ചപ്പോൾ നിലവിലെ MP ആയ TN പ്രതാപൻ കാട്ടൂർ പഞ്ചായത്തിന് വേണ്ടി 1 രൂപയുടെ വികസനങ്ങൾ നടത്താൻ തയ്യാറായിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുവല്ലൂർ യൂണിറ്റ് ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്നും ചികിത്സാ സഹായം നൽകി. ചികിത്സയിൽ കഴിയുന്ന രോഗിയായ സന്തോഷിന്റെ കുടുംബത്തിനാണ് 3 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നൽകിയത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KB അബ്ദുൽ ഹമീദ് ചികിത്സാ സഹായധനം വിതരണം ചെയ്തു. ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ തിരിച്ചറിയൽ കാർഡ് വിതരണവും നടത്തി. പുള്ളു പാടശേഖരത്തിലെ വിളക്കോൾ തറയിലെ വോൾട്ടേജ് വ്യതിയാനത്തിന് പരിഹാരമായി കൃഷി വകുപ്പിന്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച പുതിയ ട്രാൻസ്ഫോമറിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ആലപ്പാട് പുള്ളു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KV ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാർ, വാർഡ് മെമ്പർ ഷില്ലി ജിജിമോൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി ജോസഫ്, കൃഷി അസിസ്റ്റന്റ് സുനിൽ, പാടശേഖര സമിതി കൺവീനർ K. സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. സ്വകാര്യ ധനകാര്യ സ്ഥാപന മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായി BSA ഫിനാൻസ് ഗോൾഡ് ലോൺ പാലിയക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാലിയക്കരയിൽ നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിന് സമീപം സാറ ടവറിന്റെ 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച BSA ഫിനാൻസ് ഗോൾഡ് ലോണിന്റെ ഉദ്ഘാടനം സാറ ടവർ ഉടമ സാറ മറിയം സുബിൻ, TM ബാബു എന്നിവർ ചേർന്ന് നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ പണം എന്നതാണ് BSA ഫിനാൻസ് ഗോൾഡ് ലോണിന്റെ പ്രത്യേകത. 100 രൂപയ്ക്ക് മാസം 67 പൈസയും വർഷം 8 രൂപ മുതലുമാണ് പലിശ നിരക്ക്. പാലിയക്കരയിൽ ആദ്യമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ATM സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. സർവീസ് ചാർജ് ഇല്ലാതെ ഇനി മുതൽ എല്ലാ ബാങ്കുകളുടെയും കാർഡുകൾ ഉപയോഗിച്ച ATMിൽ നിന്നും 100 രൂപ മുതൽ പണം പിൻവലിക്കാനുള്ള സൗകര്യവും BSA ഫിനാൻസ് ഗോൾഡ് ലോൺ പ്രദാനം ചെയ്യുന്നു. മിനി സ്റ്റേറ്റ്മെന്റ്, മണി ട്രാൻസ്ഫർ എന്നീ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ പൊതുജനങ്ങൾക്കാവശ്യമായ എല്ലാവിധ സർക്കാർ സേവനങ്ങളുമായി E-നെറ്റ് ജനസേവന കേന്ദ്രവും
BSA ഫിനാൻസ് ഗോൾഡ് ലോണിന് അനുബന്ധമായി സാറ ടവറിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8589895167. പ്രധാന വാർത്തകൾ വീണ്ടും. ഹൈറിച്ച് ഓൺലൈൻ കമ്പനി തട്ടിപ്പ്. ഉടമയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടത്തുന്നു. ED ഉദ്യോഗസ്ഥർ എത്തും മുൻപ് പ്രതികൾ മുങ്ങി. തൃശൂർ നഗരത്തിൽ ആക്രിക്കടയിൽ വൻ അഗ്നിബാധ. ഓട്ടോറിക്ഷ പൂർണ്ണമായി കത്തിനശിച്ചു. നവീകരിച്ച തൃശൂർ ടൗൺ ഹാൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങൾ ഇല്ലാതാകുന്നതായി പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ചുണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ ആന ഇടഞ്ഞു. പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് കൊമ്പനിടഞ്ഞത്. മലക്കപ്പാറയിൽ ബൈക്ക് അപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മലക്കപ്പാറ സ്റ്റേഷനിലെ വിൽസനാണ് മരിച്ചത്. വിയൂർ പാടുകാട് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടതെന്ന് സൂചന. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. രാത്രികാലങ്ങളിൽ വളവ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.